ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച കേട്ടോ ദിവസം. നമ്മൾ 7:30 വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇന്നലെ നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ടില്ല, ഓടിയില്ല ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ഊബറിന് ഇപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 7:31 സമയം. അപ്പോൾ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. അപ്ഡേഷനും കഴിഞ്ഞു. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഊബറും റാപ്പിഡോയും ഓൺ ആക്കിയിട്ടുണ്ട്. റാപ്പിഡോ വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ. റാപ്പിഡോ ഇപ്പോൾ നോർമൽ നമ്മളെ ഊബറിൻ്റെ പോലെ തന്നെ റേറ്റ് ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരേപോലത്തെ റേറ്റ്. ചിലപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ തരും. അങ്ങനെ റാപ്പിഡോൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കുറേയൊക്കെ ഡ്രൈവർമാർ അതിലെത്തിയപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടോ അതിലുണ്ട്. കസ്റ്റമറും അതിൽ വന്നു റാപ്പിഡോയിൽ. അപ്പോൾ റാപ്പിഡോ കുറച്ച് റേറ്റുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുണ്ടമ്പാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 7:36 സമയം. എന്നും നമ്മൾ ഇറങ്ങുമ്പോൾ എത്ര ആൾക്കാർ നമ്മൾ കാണില്ല. ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. സമയം ലേറ്റ് ആയതുകൊണ്ടാണ്. നമ്മളൊരു 6 മണി സമയത്തൊക്കെ അല്ല ഇറങ്ങൽ. ഏതായാലും പോയിട്ട് പോയാൽ ചായ അടിക്കട്ടെ. നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ CNG 3 കട്ടുള്ളൂ. ഒരു 2 ട്രിപ്പ് എടുക്കാനുള്ള CNG ഉള്ളൂ. 7 കിലോമീറ്ററാണ്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അതാണ് ഈ 7 കിലോമീറ്റർ എടുക്കണേ. അത് 0 ആക്കിയിട്ടുണ്ട്. CNG ഒരു 3 കട്ട. അതിൽ 2 ട്രിപ്പിനുള്ള കട്ട ഉണ്ട്. ഏതായാലും പോയി വേഗം ചായ അടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ എന്നാണ് പേര്. അത് ഏതായാലും കുട്ടികൾ ബുക്ക് ചെയ്ത് കൊടുത്തായിരിക്കും. അതായിരിക്കും അങ്ങനെ അവരെ കോണ്ടാക്റ്റത്തെ പേര് ഇതിൽ എന്തോ ആയി വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെ അത്താണി റോഡ് ഇതാണോ? അല്ല, ഇത് പുതിയ റോഡാണല്ലോ. നമ്മുടെ അത്താണി റോഡിൽ നിന്നാണ് കേട്ടോ ട്രിപ്പ് അടിച്ചേക്കണേ. അത്താണി റോഡാണ് ഇത്. മുണ്ടമ്പാലം അത്താണി റോഡ്. അപ്പോൾ അവിടെ എന്തോ ഒരു വില്ല് എന്തോ ഉണ്ട്. ആ വില്ലിൽ നിന്ന് റോഡ് സൈഡിലാണ് കാണിക്കണത്. ചെന്ന് നോക്കട്ടെ. നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ പച്ച പോയിന്റ് ഒരു ഇത്തിരി കഴിഞ്ഞ് പോയിട്ട് ഒരു 10 മീറ്റർ ഇവിടുന്നോ ആണ് പിക്കപ്പ് ഉള്ളത്. എനിക്ക് അങ്ങനെ ഇത് വല്ല ഫ്ലാറ്റോ വില്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. ഡ്രോപ്പ് അമൃത നഗറാണ് കണ്ടത്. ഇതിൻ്റെ മുമ്പ് ഒരു മാച്ച് ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃത നഗറെ കണ്ടത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും റെൻറ്റിന് വാടകയ്ക്ക് നിൽക്കായിരിക്കും. നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. എന്താ അറിയില്ല. ഇവിടുന്നാണ് പിക്കപ്പ് വന്നിട്ടുള്ളത് ഈ റോഡ് സൈഡിൽ നിന്ന്. ഞാൻ ആളൊന്ന് വിളിച്ച് നോക്കട്ടെ. ഞാൻ 2 വട്ടം കോൾ ചെയ്തു, ഫോൺ എടുത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കോളിൽ നമ്മളിങ്ങനെ കോൾ അടിക്കണതിൽ ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ ബാക്കിൽ ഒരാളെ കണ്ട പോലെ എനിക്ക് തോന്നി. പക്ഷേ അതിൽ കോൾ എടുക്കണില്ല. വണ്ടി നമുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ ചിലപ്പോൾ തിരിച്ചടിക്കുമായിരിക്കും. തിരിച്ചടിക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ഉമ്മായിരുന്നു നമ്മളെ ട്രിപ്പിലുണ്ടായിരുന്നത്. 156 രൂപ കേട്ടോ നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. കുറച്ച് സമയം എടുത്തു. ഇവിടെ അമൃതൻ്റെ റോഡാണിത്. അപ്പോൾ അവിടെ സിഗ്നലിൽ കുറച്ച് നേരം പൊട്ട തുരങ്കത്തിൽ 24 മിനിറ്റ് എടുത്തു. 7.85 കിലോമീറ്റർ. 200 രൂപയാണ് ടോട്ടൽ വാങ്ങിയത്. 156 നമുക്ക് കിട്ടി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്. കിട്ടുമോക്കട്ടെ. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൈറാങ്ങോ എന്താണ് പേര്. പിക്കപ്പ് ഇടുന്ന പിക്കപ്പ് 150 മീറ്ററോളൂ. തൊട്ടടുത്താണല്ലോ നമ്മളെ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ്. ഇതാട്ടോ അമൃതൻ്റെ റോഡ്. ഏതാ? ഇതാണ് അമൃതൻ്റെ റോഡ്. അപ്പോൾ എത്തുന്നതിൻ്റെ മുമ്പ് ലെഫ്റ്റിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ പോയി പിക്കട്ടെ ആളെ. പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഹെഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ആൾ നിൽക്കുന്നത് അറിയില്ല. ഈ ലെഫ്റ്റിൽ ഈ വീട്ടിലായിരിക്കും. അപ്പോൾ ഇതാണ് ഗേറ്റ്. അപ്പോൾ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. കാരണം നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞല്ലേ നിൽക്കുന്നത്. അരേവിടെ കോൾ. ഹലോ. ഓക്കെ. അതേതോ ഒരു ഹിന്ദിക്കാരനെ തോന്നുന്നുണ്ട്. ഹിന്ദി അല്ല, മറ്റേ പ്രീമിയം ആളായിരിക്കും. മറ്റേ ഹിന്ദിക്കാരല്ല, ലോക്കൽസ് അല്ല. അല്ലെങ്കിൽ അറബി ആളായിരിക്കും. ഇവിടെ ഈ ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ടേ, അമൃത ഹോസ്പിറ്റൽ, അതേപോലെ ആസ്റ്റർ, അതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വരികയല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. പുറത്തത്തെ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. റൂംസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഏതൊരു വീടാണ് ശരിക്ക്. വീട് എനിക്ക് തോന്നുന്നത് വാടക കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടാവും. ഇനി ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ലെഫ്റ്റ് സൈഡിലാണ് ആളെ ഹെഡ് കാണുന്നത്. ഇതന്നെ ആയിരിക്കും. ഒറ്റ ട്രിപ്പേ നമ്മൾ പിക്ക് ചെയ്തിട്ട് പിൻ നമ്പർ അടിക്കൂലേ. പിൻ നമ്പർ അടിക്കുന്ന സമയത്തുണ്ട് റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കണം. 150 രൂപയുടെ എന്തോ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ജഡ്ജമുക്ക് എത്തിയപ്പോൾ വീണ്ടും ആ ട്രിപ്പ് വന്ന്. റാപ്പിഡോ ഇതെങ്ങനെ മനസ്സിലാക്കണാവോ? നമ്മളൊരു ട്രിപ്പ് ഊബറിൻ്റെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തരും റാപ്പിഡോൻ്റെ ട്രിപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ പിൻ നമ്പർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഊബറിൻ്റെ ആളെ പിക്ക് ചെയ്യണ സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനെയൊക്കെയാണ് റാപ്പിഡോൻ്റെ ട്രിപ്പ് വരിക. നമ്മളെ കസ്റ്റമർ ഇതുവരെ വന്നില്ലല്ലോ. നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ആളായിരുന്നു. അപ്പോൾ ഇത് കൂനമ്മാവിലാണ്. ഇവിടെ എന്തോ ഒരു സിനിമ ഷൂട്ടിങ് നടക്കണം. ഇവിടെ ഒരു ബസ്സുണ്ടോ. വിനയ് ഫോർട്ടാണ് അവിടെ എഴുതിയിരിക്കണത്. ഇതിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടേ. അപ്പോൾ എൻ്റെ കാരവാനും തോന്നുന്നുണ്ട് വിനയ് ഫോർട്ടിൻ്റെ.
അപ്പോൾ ഇവിടെ അള്ളതാരം വണ്ടി വരുന്നത് ഷൂട്ടിങ്ങിലേക്ക്. അപ്പോൾ ഇവിടെ വല്ലാണ്ട് വണ്ടി ഇടാൻ പറ്റില്ല. പിന്നെ അതുമല്ല നമുക്ക് അപ്പോൾ ഇതിന് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് റോസ് പറഞ്ഞിട്ട്. വരുന്നതിൻ്റെ മുമ്പേ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1.5 കിലോമീറ്ററോളം പിക്കപ്പ് റോസ്. അപ്പോൾ റോസിനെ പോയി പിക്ക് ചെയ്യട്ടോ. ഇത് കൂനമ്മാവിൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇവിടെ ആയിട്ടാണ്. അതാണ് ഇത്ര വണ്ടികളിവിടെ. ഇതൊക്കെ വർക്ക്ഷോപ്പത്തെ വണ്ടികളുണ്ട്. ഞങ്ങൾക്ക് ഇത് വലിയ സിനിമയാണല്ലോ, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്ക്ഷോപ്പത്താണ്ടോ. ഇതൊക്കെ കുറേ ദിവസത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഷൂട്ട് അറിയോ? ദുൽഖർ സൽമാൻ്റെ ഷൂട്ടിംഗ് ആണ്. എനിക്ക് കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് ചിലപ്പോൾ കാണാൻ പറ്റൊന്നുമില്ല. പിന്നെ വിനയ് ഫോർട്ടിന് വേണമെങ്കിൽ കാണാൻ പറ്റുമോ? ഓനാ ചിലപ്പോൾ ബസ്സിൻ്റെ അകത്ത് ഉണ്ടാവും. അതായിരിക്കും. ഇങ്ങനെ ബസ്സും എഴുതിയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. വിനയ് ഫോർട്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ ആക്ടർ എഴുതിയിട്ടുണ്ട് ആ ബസ്സുമേ. അപ്പോൾ ദുൽഖറിൻ്റെ വണ്ടിയും ചിലപ്പോൾ ഇവിടെ ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കാണാം. പക്ഷെങ്കിൽ നമുക്ക് കണ്ടെന്നാൽ പൈസ ഉണ്ടാവില്ല, വണ്ടിക്ക് കുറേ പണി ഉണ്ടാവും. ഇപ്പോൾ വിനയ് ഫോർട്ടും ദുൽഖറും തരുമല്ലോ. അപ്പോൾ നമുക്ക് ഊബർ ഓടിയിട്ട് പൈസ ഉണ്ടാക്കാം. നമ്മുടെ ആ ട്രിപ്പും ഡ്രോപ്പ് ചെയ്തിട്ടോ. അത് കസ്റ്റമർ അങ്ങനെ നടന്നു പോയി. അവിടെ സംഭവം ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ ഗേള്. അപ്പോൾ ചിലവരൊക്കെ അവിടേക്ക് ആക്കിക്കും. ഇത് ഡയറക്റ്റ് ആ റോട്ടിൽ കൂടി തന്നെ നടന്നു പോയത്. പക്ഷെ എന്നാലും ആ ലൊക്കേഷൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ എന്നോട് ഈ സ്കൂട്ടീൻ്റെ ബാക്കിൽ ഒതുക്കിക്കോർന്നു. 270 രൂപയാണ് ടോട്ടൽ വാങ്ങിയത്. 176 അപ്പോൾ നമുക്ക് കിട്ടിയത്. 8.95 കിലോമീറ്റർ. അതിൽ ഇതാ നമുക്ക് വരുന്നതിന് മുമ്പ് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഇമാനു. അപ്പോൾ അത് റിസർവേഷൻ ട്രിപ്പാണ്. 10:15 പിക്കപ്പ്. പക്ഷേ എങ്കിൽ അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിക്കപ്പ് എത്ര കിലോമീറ്ററാണ്? 10 കിലോമീറ്ററാണ് കിടക്കുന്നത് പിക്കപ്പ്. 19 മിനിറ്റ്. 200 രൂപയുടെ റിസർവേഷൻ ട്രിപ്പാണിത്. അപ്പോൾ 10 കിലോമീറ്റർ പിക്കപ്പും 10 കിലോമീറ്റർ ഡ്രോപ്പും നമുക്ക് നഷ്ടമാവും. ടോട്ടൽ 20 കിലോമീറ്ററായി 200 രൂപക്ക്. 209 ഇത്ര കണ്ടോ, എന്തായാലും ഒരു 200 കിട്ടുമായിരിക്കും. അപ്പോൾ 200 റുപ്യക്ക് ശരിക്കും 10 കിലോമീറ്ററിൻ്റെ റേറ്റാണ് 200. പിക്കപ്പ് തന്നെ ഡ്രോപ്പിൻ്റെ അത്ര ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താണെന്ന് ഈ റിസർവേഷൻ ട്രിപ്പ് ആയതുകൊണ്ട് അവരോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് അവർ അരമണിക്കൂർ മുമ്പ് മിനിമം അരമണിക്കൂർ മുമ്പ് ബുക്ക് ചെയ്യണം, എന്നാലേ റിസർവേഷൻ ആവുള്ളൂ. ചിലപ്പോൾ ഇത് ഇന്നലെ ചിലപ്പോൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് മുമ്പ് ബുക്ക് ചെയ്തേക്കാരം. എന്നാലും വേറെ ഏതെങ്കിലും ഡ്രൈവർമാർ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ ക്യാൻസൽ ചെയ്യണതാണ്. അതാണ് നമുക്ക് ഇത്ര ലോങ്ങിൽ പിക്കപ്പ് അടിക്കണേ. അപ്പോൾ അവരോട് ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ഡ്രൈവർ ചിലപ്പോൾ അവർ റിസർവേഷൻ ഇട്ടപ്പോൾ തന്നെ അക്സെപ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ വണ്ടി അക്സെപ്റ്റ് ആയിക്കോണല്ലോ. പിന്നെ ഈ നേരത്തെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലാണ്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. 10 കിലോമീറ്ററാണ് പിക്കപ്പ് ഉള്ളത്. അങ്കമാലിക്കാട്ടോ ഡ്രോപ്പ്. അവിടെ പോയാലും നമ്മൾ പോസ്റ്റേക്കര അങ്കമാലി, പിന്നെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും കസ്റ്റമർ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാനേതായാലും ഇവിടെ നല്ല പാർക്കിംഗ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ഈ ജംഗ്ഷൻ തന്നെ. അപ്പോൾ ഞാൻ ഈ റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ അറിയുള്ളൂ. വിഷ്ണുവാണ് റിസർവേഷൻ്റെ ആൾ. അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് പോകണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക്കലി പൊയ്ക്കോളെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ 10:15 പിക്കപ്പ് ഉള്ളത്. 9:48 ആയിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ് അത് കുഴപ്പമില്ല, അവിടെ തന്നെ നിന്ന് ഒരു 10 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈം ഔട്ടായി പോയിക്കോളെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അക്കൗണ്ടിന് വല്ല പ്രശ്നം വരുമോയെന്ന് അറിയില്ല. അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 9:48 ആയിട്ട്. എന്തായാലും ഇപ്പോൾ വേറെ ട്രിപ്പ് എന്തായാലും അടിയില്ല, അത് ക്യാൻസൽ ആവാണ്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും. ഊബർ ഓഫ് ചെയ്യണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ വേണം ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ സമയം 10:43 ആയിട്ട് കേട്ടോ. നമ്മളെ റിസർവേഷൻ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ റാപ്പിഡോയും യാത്രയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. വേറെ ട്രിപ്പൊന്നും അടിക്കണില്ല. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ കുറേ നേരം ഒരു അരമണിക്കൂറോളം ഇപ്പോൾ ഇവിടെ നിന്നു. 10:45 അതിൻ്റെ സമയം. അപ്പോൾ ഇവിടുന്ന് കൂനമാവക്ക് 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. 2 പുള്ളിയും പാടേ ഉള്ളൂ CNG. അപ്പോൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു CNG പമ്പ് ഉണ്ട് നമ്മളെ ഹൈവേയിൽ. അപ്പോൾ 9.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിക്കിൽ ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഓടാം ടൗൺ ഭാഗത്തേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ CNG അടിക്കാതെ നടക്കേണ്ട പരിപാടി. നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകുന്നപ്പോൾ നമുക്കൊരു ഋഷി എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആലുവ നമ്മളെ രാജഗിരി ഹോസ്പിറ്റലിലേക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഇവരെ വീട്ടിലേക്ക് എത്താൻ ഒരു 300 മീറ്റർ ആയപ്പോഴത്തേന് നമ്മളെ CNG വാണിംഗ് എത്തി. ഒരു പുള്ളിയെ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രിപ്പ് എന്തായാലും നമുക്ക് നഷ്ടമായിരിക്കും. നമ്മളങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. രാജഗിരി ഹോസ്പിറ്റലിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. ട്രിപ്പ് നമുക്ക് നഷ്ട ട്രിപ്പായി മാറി. കാരണം ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു 4-5 കിലോമീറ്റർ മുമ്പേ നമ്മൾ CNG കഴിഞ്ഞു പെട്രോളിലാണ് പോകുന്നത്. പിന്നെ വേറെന്താ വെച്ചാൽ ഈ ചേച്ചിക്ക് AC പറ്റൂല, അതുകൊണ്ട് ഗ്ലാസ് മുഴുവൻ താത്തിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ചെറിയൊരു മൈലേജ് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. വേറെ നമ്മൾ ഒരു 4-5 കിലോമീറ്റർ പെട്രോളിലപ്പോൾ പോകുന്നത്, അതിൻ്റെ ഒരു നഷ്ടമുണ്ട്. ഇപ്പം തന്നെ ഒരു ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ആ ടൗൺ ഭാഗത്തേക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇതിപ്പോൾ ഇനി ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്ററോളം ഉണ്ടാവും. നമ്മളെ പുടിഞ്ചോട് CNG പമ്പ് കുറച്ച് പോവാനുണ്ട്. നഷ്ടമായി. ഇനി ഏതായാലും ഹോസ്പിറ്റലിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യണില്ല. ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഇതുണ്ടോ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ 2 വാഗനർ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി
ബാക്കിൽ കുറച്ചുകൂടി വണ്ടികളുണ്ടായിരുന്നു. ഇത് 54 മിനിറ്റ് എടുത്തു, 1 മണിക്കൂർ സമയം എടുത്തു, 22 കിലോമീറ്റർ. നമുക്ക് ക്യാഷ് കിട്ടിയത് 347. 520 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. 172 രൂപയാണ് ഊബറിൻ്റെ കമ്മീഷൻ പോയത്. 200 രൂപേൻ്റെ അടുത്ത്. പേഴ്സണൽ ട്രിപ്പാക്കി പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലേ, നമുക്ക് പെട്രോളിൻ്റെ പൈസ കിട്ടിയത്. 172 റുപ്യാണ് കമ്മീഷൻ പോയത്. ഇതെന്താ സംഭവം ചോദിച്ചാലേ, കസ്റ്റമറെ കയ്യിൽ നിന്ന് കിലോമീറ്ററിന് 36-32 റുപ്യൊക്കെ വെച്ചിട്ട് വാങ്ങുന്നുണ്ടാവും. നമുക്ക് തരുന്നില്ല എന്നേ ഉള്ളൂ. ഈ 300ൻ്റെ മേലെ കയറുമ്പോൾ നമ്മളിൽ നിന്ന് കുറക്കാണ്. കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അത്യാവശ്യം റേറ്റ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് തരുന്നതിൽ ഊബറുകാർ കുറക്കും. അതാണ് നമുക്ക് ഈ 300ൻ്റെ മേലേക്കുള്ള ട്രിപ്പൊക്കെ പോരുമ്പോൾ നമുക്ക് 18 രൂപയും കൂടി വെച്ച് കിട്ടൂല. ഇപ്പോൾ ഈ ട്രിപ്പിനൊന്നും 18 ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം 347 നമുക്ക് കിട്ടി. 365 നമ്മളെ ടോട്ടൽ ഏണിങ്സ്. അതിൽ 17 രൂപ ടാക്സ് പോയതാണ് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് 347 കിട്ടിയത്. നമ്മളെ CNG കഴിഞ്ഞ് ഇങ്ങനെ പെട്രോൾ CNGൻ്റെ വാണിങ് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുക. ഇത് കാണുമ്പോഴാണ് സഹിക്കാത്ത. ഇത്രയും ദൂരത്തുനിന്ന് ഇനി പമ്പക്ക് പോകണ്ടേ. കുഴപ്പമൊന്നുമില്ല, പെട്രോൾ ഓടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ ഒരു വളവുണ്ട്. ഞാൻ ഈ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോൾ ഈ കാണുന്ന ആ വളവുണ്ടല്ലോ, ആ വളവിലാണ് വണ്ടി നിർത്തിയിടല് കുറച്ച് നേരം. അവിടെ ഒരു ചെറിയ തണലുണ്ട്. അല്ലെങ്കിൽ ഈ റോട്ടിൽ നിർത്തും, ഇവിടെ നല്ല തണലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 10-15-20 മിനിറ്റ് നിർത്തി നോക്കാം. എന്തായാലും കാലടിച്ച് പോവല്ലേ, ഞാൻ അഥവാ എങ്ങാനും ട്രിപ്പ് അടിച്ചാലോ. ഇവിടെ 2 കേട്ടൻ, ഒരു കേട്ടൻ ഇതവിടെ, ഒരു കേട്ടൻ ഇതവിടെ. നമുക്ക് ഏതായാലും ഇവിടെ നിർത്തി നോക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ഊബർ ട്രിപ്പ് വന്നിട്ടുണ്ട്. എടപ്പള്ളിക്കാണ് 245 രൂപയുടെ. ഇത് 800 മീറ്റർ ഓട്ടോ പിക്കപ്പ്. നമ്മളെ മുമ്പത്തെ കേട്ടൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിലൊരു വാഗനർ വന്ന് നടക്കുന്നുണ്ട്. ബാക്കിലത്തെ കേട്ടന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് ഇതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടോ. അതിൻ്റെ മുമ്പ് വേറൊരു ട്രിപ്പും വന്നിട്ടുണ്ടായിരുന്നു, ആലുവക്ക്. അപ്പോൾ എടപ്പള്ളിക്കുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ എവിടേക്കാണ്, ഏക്കൂടിയാണ് പോകേണ്ടത്. ഫ്രണ്ടിക്കാണ് തോന്നുന്നുണ്ട്. ആലുവ എവിടെ കിടക്കുന്നത്? ആലുവ എവിടെയാണ്. അപ്പോൾ ആലുവ അങ്ങോട്ടേ പോകണ്ടേ. അപ്പോൾ ബാക്കൊക്കെ പോകണം. ബാക്കൊക്കെ പോയിട്ട് ആയിക്കൂടി അങ്ങനെ പോയിട്ട് എടുക്കണം. ഇതെനിക്ക് തോന്നുന്നത് നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു റോഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ റോഡിൽ നിന്നാണ് പിക്കപ്പ്. അല്ലല്ല, ആ റോഡ് അപ്പുറത്താണ്. നമുക്ക് ഇതിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ കനാലുണ്ടാകുമ്പോൾ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ തൊട്ടപ്പുറത്തുണ്ട് വേറെ റോഡ് അങ്ങോട്ട്, അതാവാനും ചാൻസ് ഉണ്ട്. അതല്ല അതെന്തായാലും അല്ല, അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളാളെ പിക്കറ്റ് 245 രൂപയുടെ ട്രിപ്പാട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ എടപ്പള്ളിയിൽ 10 രൂപയിൽ നിന്ന് CNG അടിക്കാം. ആടുകളെ മാറി നിൽക്കൂ, പ്ലീസ് പ്ലീസ്, വഴി തരൂ. ഓ, കീക്ക് അടിച്ചപ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് കാര്യം വെച്ചിക്കുക. ഏതാണ് ഈ ചങ്ങായി? എൻ്റെ പേരെന്താ? പേര് പറ. യൂട്യൂബിലേക്ക് കയറാം, സബ്സ്ക്രൈബ് ചെയ്യേ. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 340 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. ഈ ടാറ്റയുടെ ഷോറൂമിലേക്ക്. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്, 4 പേര്. അപ്പോൾ അവർ പുതിയ വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്, ഡെലിവറിയാണ്. ഇത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ട്രിപ്പായി. കുഴപ്പമില്ലാത്ത പറഞ്ഞാൽ നമ്മൾ പെട്രോളിൽ നിൽക്കായിരുന്നു, CNG ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് പത്തിരിപ്പാലപ്പെടുക്ക് ട്രിപ്പ് അടിച്ചു. പക്ഷേങ്കിൽ ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ടാട്ടോ നമ്മളത് CNG പമ്പ് ഉള്ളത്. പക്ഷേങ്കിൽ ഞാൻ പോയിരുന്ന വയ്ക്ക് വല്ല ഇങ്ങനെ കമ്പനി കണ്ടേ പമ്പിൽ കയറാൻ പറ്റുമോ വെച്ചാണ്ട് അങ്ങനെ നമ്മളെ പുളിഞ്ചോട്ടത്തെ പമ്പിൽ കയറ്റിച്ചു. അവരെല്ലാവരും ഇറക്കി CNG അടിച്ചു. 730 രൂപ എത്ര CNGക്കായി. ഫുൾ ടാങ്ക് CNG നല്ല കുഴപ്പമില്ലാത്ത പ്രഷർ ഉണ്ട് കേട്ടോ. 7 കിലോമീറ്റർ ഇപ്പോൾ ഓടി. ഫുൾ കട്ടപ്പോഴും CNG ഉണ്ട്. കഴിഞ്ഞ ട്രിപ്പ്, അതിൻ്റെ മുമ്പത്തെ ട്രിപ്പ് നമ്മൾ ഒരു നഷ്ടമായി. കിലോമീറ്ററും കൂടി, പിന്നെ നമ്മൾ കുറച്ച് പെട്രോളിലും ഓടി. ഇതിപ്പോൾ നമുക്ക് പോരുന്ന വഴിക്ക് CNG അടിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 10 രൂപയിൽ നിന്ന് അടിക്കായിരുന്നു. പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോടെ എല്ലാം ജസ്റ്റ് ചോദിച്ചു നോക്കി. അപ്പോൾ കിട്ടി. അപ്പോൾ അവിടെ ഇറക്കി. അപ്പോൾ അതിന് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ യൂട്ടേൺ അടിക്കണ്ടല്ലോ. അവിടെ പത്തിരിപ്പാലം നമ്മളെ PWDൻ്റെ ഓഫീസാട്ടോ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ. അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വല്ലാണ്ട് ട്രിപ്പ് അടിക്കലില്ല. ഒരു 20 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റാപ്പിഡോയിലോട്ടോ ട്രിപ്പ് അടിച്ചിരിക്കണേ. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് റാപ്പിഡോ ആണ്. ഊബർ ഓഫ് ചെയ്തിരിക്കുകയാണ്. 1.9 കിലോമീറ്ററാണ് പിക്കപ്പിൻ്റെ ദൂരം കാണുന്നത്. മോളി ആട്ടോ, മോളിന് 120 റുപ്യേൻ്റെ ട്രിപ്പാണ്, ചെറിയ ട്രിപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് പോയിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് വഴിയുണ്ട്. ജിഞ്ചർ ഹോട്ടലാട്ടോ കാണുന്നത്. ജിഞ്ചർ ഹോട്ടൽ ഇവിടെ ഈസി ബൈ. അങ്ങനെ നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ 2 പേരായിരുന്നു. 2 പേർക്കും വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കാനൊന്നും വയ്യ. അപ്പോൾ ഇപ്പുറത്തായിരുന്നു ചേട്ടൻ ഇരുന്നത്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഡോറ് തന്നപ്പോഴേ പതുക്കെ ഇങ്ങനെ മതിലിന് തട്ടിയിട്ടുണ്ടായിരുന്നേ. ചെറിയ സ്ക്രാച്ചുകളായിട്ടുണ്ടാവും. അത് എല്ലാ ഡോറിൻ്റെയും അവിടെ ആ തുറക്കുന്ന തട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലൂടെ കേട്ടോ നമുക്ക് പോകേണ്ടത്. ചേച്ചി അങ്ങോട്ട് പോകണം. 120 രൂപേൻ്റെ ട്രിപ്പായിരുന്നു കേട്ടോ ഇത് റാപ്പിഡോയിൽ. അപ്പോൾ ഈ QR കോഡ് കാണിച്ചപ്പോഴേ ഇതിന്മേൽ ഊബർ ടാക്സി എന്നാണ് ഞാൻ കൊടുത്തേക്കണം പേര്. അപ്പോൾ എന്നോട് ചോദിച്ചു ഊബറിലേക്കാണോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലാതെ എനിക്ക് തന്നെ വരുന്നതാണ്.
അപ്പോൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 1 കിലോമീറ്റർ നമുക്ക് ലാഭമായി കിട്ടിക്കണം കേട്ടോ, ഒരു ഷോർട്ട് വഴി കയറി പോകുന്നതുകൊണ്ട്. 2.66 കിലോമീറ്ററാണ് ഇത് ഓടിയത്. 7.43 മിനിറ്റ് പെർ കിലോമീറ്റർ. 45 രൂപ കേട്ടോ കിലോമീറ്ററിന് കിട്ടിക്കണേ, 120 രൂപ. അപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്തിരിക്കാനു, ഇപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 2:13 സമയം, ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അടുക്ക് ഇങ്ങനെ പോവാം. മൊബൈൽ ഷോപ്പിൽ വെറുതെ പോയി ചൊറിയും കുത്തി ഇരിക്കാനല്ല കേട്ടോ, ഇന്ന് ഫുള്ള് പണിയെടുക്കാനുള്ള മൂടാണ്. അപ്പോൾ അവിടെ പോവുക, ഫുഡ് കഴിക്കുക, ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പൈപ്പിന് റോഡിൻ്റെ അവിടെ ഒരു സ്പോട്ടുണ്ട്, പണ്ടൊക്കെ അവിടെയാണ് കൊണ്ടിട്ടിന്. അപ്പോൾ ഫുള്ള് മൊബൈൽ ഷോപ്പിലാണ് കയറിയാൽ പിന്നെ ഇറങ്ങൂല. അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കുക, അവിടെ നിന്ന് ഇറങ്ങുക, ഇത്ര ഉള്ള അവിടെ പരിപാടി. അപ്പോൾ ഏതായാലും ആ പരിപാടിയാണ് കഴിയട്ടെ. 2:14 അതിൻ്റെ സമയം, ഏതായാലും ട്രിപ്പില്ല. ഇപ്പോൾ നമ്മളിവിടെ കളമശ്ശേരി ബിസ്മിൻ്റെ ഫ്രണ്ടിലാട്ടോ, ബിസ്മിൻ്റെ ഓപ്പോസിറ്റാണ്, വെസ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. കുറേ മാച്ചുകൾ വന്നിട്ട്, ഒരു 4-5 മാച്ചുകാരും വന്നിട്ടുണ്ടാവും. അതിലൊന്ന് അക്സെപ്റ്റായി. ഇത് 150 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 2 സ്റ്റോപ്പാക്കി, ഒന്ന് ഈ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്താണ്ട്, ഇപ്പോൾ പോയിട്ട് 2 മിനിറ്റ് ആയിക്കണു. അപ്പോൾ എന്നോട് വെയിറ്റിങ്ങിന് പൈസ തരാമെന്ന് പറഞ്ഞേക്കണം. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, വെയിറ്റിംഗ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അതിന് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കുറച്ച് ചെറിയ സമയമുള്ളൂ, എന്തോ പിക്ക് ചെയ്ത് വരാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ നോക്കുമ്പോൾ, അടുത്ത ലൊക്കേഷൻ നോക്കുമ്പോൾ നമ്മളെ റൂമിൻ്റെ മേൽഭാഗത്താണ്, കൊല്ലംകുടി മുകളാണ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഞാനിപ്പോൾ തന്നെ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അടിക്കാതിരിക്കാൻ ഓഫാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഫുഡും വാങ്ങിയിട്ട് നേരെ റൂമിൽ പോയിട്ട് കഴിച്ചിട്ട് ഇറങ്ങാം. സാധാരണ ഞാൻ അങ്ങനെ കരുതി ഇനി ഇറങ്ങുമോ, ഇപ്പോൾ നമ്മളെന്തായാലും ഒരു 10-11 ഓടുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേത് 5 മണിക്ക് നിർത്തണതുകൊണ്ട് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ ഒരു 3:30 അവിടെ റൂമിൻ്റെ അടുത്തുമ്പോൾ. അപ്പോൾ കരുതി പിന്നെ ഒരു 1.5 മണിക്കൂറും കൂടി എല്ലാ രീതിയിൽ ചിലപ്പോൾ അവിടെ നിൽക്കും. പക്ഷേ അതിൽ കുഴപ്പമില്ല, നമ്മൾ 10-11 ഓടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങും, ഫുഡ് കഴിക്കുക, ജസ്റ്റ് ഇറങ്ങുക. അപ്പോൾ ഏതായാലും ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. കസ്റ്റമർ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ, മുരിങ്ങാക്കോലും കാര്യങ്ങളും, പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇവിടുന്ന് എന്തോ ഒരു സാധനം പിക്ക് ചെയ്യാൻ പോയിക്കാണ്, ആനി. അപ്പോൾ ആൾ വരട്ടെ. അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ, ആ ചേച്ചി. അപ്പോൾ 250 രൂപയായിരുന്നു ഫെയർ ഉണ്ടായിരുന്നത്, 300 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഈ ചെങ്ങായി പിന്നെയും പോയോ? ഞാൻ വണ്ടി റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ആദ്യം ഒന്ന് വന്ന് പിന്നെയും പോയി, ഒന്ന് ഫ്രണ്ട് കിടട്ടെ. സമയം 3:29 ഞാൻ ഫുഡ് വാങ്ങിയിട്ട് റൂമിലേക്ക് പോകണമെന്നൊക്കെ കരുതിന്. അപ്പോൾ ഹോട്ടലിൽ തപ്പി ഇവിടെ എത്തിക്കണം, കാക്കനാട് നമ്മളെ IMG ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് പാരഡൈസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകണമെന്നൊക്കെ കരുതിന്. ഇനിയിപ്പോൾ റൂമിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് ഇവിടുന്ന് തന്നെയാണ് ഓടാൻ തുടങ്ങാം. അപ്പോൾ ഇനി പാർസൽ വാങ്ങണില്ല. ഹോട്ടൽ പാരഡൈസിൽ നിന്ന് ഒരു ½ CB അയക്കുക, വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ചെറിയ ട്രിപ്പാട്ടോ. മറ്റേ ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് റാപ്പിഡോയിലാണ് അടിച്ചത്. അപ്പോൾ ഊബർ വേഗം ഓഫ് ചെയ്തേക്കണം. ഇനി ഒരു 50 മീറ്ററും കൂടി ഉള്ളു കസ്റ്റമർ അടുത്തേക്ക്. ഹലോ, ഈ ടോണിക്കോ ആണോ? അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. നമ്മളെ അർഷാദ് ടെക്നീഷ്യൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് ശേഷം സമയം 11:10 അപ്പോൾ ഇന്ന് ഊബറിൽ നമ്മൾ ഓടിയത് 10 ട്രിപ്പ് കേട്ടോ, 2034 രൂപ. പിന്നെ റാപ്പിഡോയിലൊരു 2-3-4 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിഞ്ഞ് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ, ഞാൻ അർഷാദും കുറേ ദിവസമായി ഒരുമിച്ച് കൂടിയിട്ട്. അപ്പോൾ ഏതായാലും ഓക്കെ, ഇനി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.